പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയിയെ അനുസ്മരിക്കുന്നതിന് ലക്ഷ്മി നായർ അനുമതി നിഷേധിച്ചതോടെയാണ് ഐതിഹാസികമായ ലോ അക്കാദമി സമരത്തിന് ജനുവരി 11-ന് തുടക്കമാകുന്നത്. KSU ആണ് ആദ്യം സമരവുമായി രംഗത്ത് വന്നത്. തൊട്ടുപിന്നാലെ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ലക്ഷ്മി നായർ രാജിവെക്കണമെന്ന മുദ്രാവാക്യത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറി. KSUവിന് പിന്നാലെ AISF-ഉം ABVP-യും MSF-ഉം സമരരംഗത്തെത്തി. ജനുവരി 15 ലോ അക്കാദമിയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ജനുവരി 17 കോളേജിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ സമരരംഗത്ത്. പിന്നാലെ ലക്ഷ്മി നായർക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കുന്ന ശബ്ദരേഖകൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. ജനുവരി 21 അക്കാദമിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ 8-അംഗ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. ജനുവരി 23-ന് നടന്ന ഉപസമിതി തെളിവെടുപ്പിൽ ലക്ഷ്മി നായർക്കെതിരെ 100-ലധികം വിദ്യാർത്ഥികൾ മൊഴി നൽകി. ജനുവരി 25 സമരമേറ്റെടുത്ത് BJP നേതാവ് V മുരളീധരൻ നിരാഹാരം ആരംഭിച്ചു. ജനുവരി 28-ന് ലക്ഷ്മി നായർക്കെതിരായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി ഉപസമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റിൽ വെച്ചു. തർക്കത്തെ തുടർന്ന് തീരുമാനം സർക്കാരിന് വിട്ടു. VS അച്യുതാനന്ദൻ അക്കാദമിയിലെ അധിക ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടു. ജനുവരി 31 ലക്ഷ്മി നായർ 5 വർഷത്തേക്ക് മാറി നിൽക്കുമെന്ന ധാരണയുണ്ടാക്കി SFI സമരരംഗത്ത് നിന്ന് പിന്മാറിയെങ്കിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സമരം തുടർന്നു. ഫെബ്രുവരി 2 സമരമേറ്റെടുത്ത് കോൺഗ്രസ് നേതാവ് K മുരളീധരനും നിരാഹാരം ആരംഭിച്ചു. ഫെബ്രുവരി 4 വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ച പരാജയം. ഭൂമി പ്രശ്നത്തിൽ VS മുഖ്യമന്ത്രിയും നേർക്കുനേർ. ഫെബ്രുവരി 5 അക്കാദമി അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഫെബ്രുവരി 6 മുഖ്യമന്ത്രിക്കെതിരെ CPI മുഖപത്രത്തിൽ ലേഖനം വന്നതോടെ CPI-യും CPM-ഉം ലോ അക്കാദമി വിഷയത്തിൽ 2 തട്ടിൽ. ഫെബ്രുവരി 7 വിദ്യാർത്ഥിയുടെയും കോൺഗ്രസ് പ്രവർത്തകന്റെയും ആത്മഹത്യാ ഭീഷണി. സംഘർഷത്തിനിടെ കുഴഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ഫെബ്രുവരി 8 പുതിയ പ്രിൻസിപ്പലിനെ ഉടനടി നിയമിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയതോടെ സമരം ഒത്തുതീർപ്പിലേക്ക്. മീഡിയ 1 തിരുവനന്തപുരം.